അപ്പോൾ എനിക്ക് തോന്നി കേരളം എന്ന് പറയുന്ന സ്ഥലവും ഇതുപോലെ തന്നെ ഒന്നാണ്. കേരളം മ്യൂസിക്കൽ ടു കൊമാല എന്ന് വേണം പറയാം. അപ്പൊ നമ്മൾ വളരെ മലയാളികൾ വളരെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും വൃത്തിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ സംസ്കാരത്തിന്റെ കാര്യത്തിലും ഉന്നതിയിൽ നിൽക്കുന്നവരാണെന്ന് സ്വയം പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനലിസവും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പട്ടിണിയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കും ഭ്രാന്തും ഒക്കെ നിലനിൽക്കുന്നത് കേരളത്തിലാണെന്ന് പറയാൻ വേണ്ടി തോന്നും. കാരണം എന്താണ് വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത, എന്തുകൊണ്ടാണ് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയധികം കർഷക ആത്മഹത്യ ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിൽ നിന്നാണ് കൊമാല എന്ന് പറയുന്ന ഒരു കഥ ഉണ്ടാകുന്നത്. ആ കഥ ഈ കൊമാല എന്ന പശ്ചാത്തലത്തിൽ കേരളത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് എഴുതിയൊരു കഥയാണ്. അതായത് കൊമാലയിലേതുപോലെ തന്നെ ആത്മാവിൽ മരിച്ചു ജീവിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ ജനങ്ങളും എന്ന് പറയുകയായിരുന്നു ആ കഥയുടെ ലക്ഷ്യം. ആ കഥ അതുപോലെ തന്നെ വിജയിച്ചത് കൊണ്ട് തന്നെ ആ കഥ ഞാൻ എഴുതിയത് ഇവിടുത്തെ ഫോൺ ഇൻ പ്രോഗ്രാമിന്റെ ഒരു ഭാഷയിലാണ്. ഈ ഫോൺ ഇൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വൈകുന്നേരം ഒരു സിനിമ കോമഡി ഷോ കാണുന്നത് പോലെ കണ്ട് രസിക്കുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കഥകൾ ഒരിക്കലും വായിക്കില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു ലോകമാണ് നമ്മുടേത്. ഒരുപാട് എന്റർടൈൻമെന്റിനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ഈ കഥകൾ വായിച്ചേപ്പിച്ച് അടങ്ങൂ എന്ന ഒരു വാശി ഓരോ എഴുത്തുകാരനുമുണ്ട്. അതിനെക്കുറിച്ച് ഈ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ എത്ര എങ്ങനെയെങ്കിലും ഈ കഥ വായിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ എഴുത്തുകാരന്റെ ഈ കടമ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സാധാരണ അവന് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ തന്നെ വേണം ആ കഥ എഴുതാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ടാണ് അത്തരത്തിലൊരു ഫോണിൻ പ്രോഗ്രാമിന്റെ ഭാഷ ഈ കഥയിലേക്ക് ഞാൻ കണ്ടെടുത്തത്. ഒരു ഫോണിൻ കഥ വായിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഫോണിൻ പ്രോഗ്രാമിന്റെ അകത്തേക്ക് നമ്മളെ വലിച്ചിടുന്ന പോലെ തോന്നും. അതിന്റെ സുഖത്തിൽ നമ്മൾ ആ വായനയിലൂടെ കടന്നു പോവുകയും ഏറ്റവും അവസാനം എത്തുമ്പോൾ ഇത് ഫോണിൻ പ്രോഗ്രാം അല്ല, കേരളത്തിൽ ഞങ്ങളൊക്കെ നമ്മളെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഒരു വർത്തമാന കാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ദാരുണമായ ഒരു ജീവിത പരിസരത്തിന്റെ ഭയാനകമായ ചിത്രമാണ് ഇത് എന്ന് വായനക്കാരന് മനസ്സിലാക്കാനും പറ്റുന്നു. അപ്പൊ ആ കഥ വിജയിച്ചത് കൊണ്ട് തന്നെ, ആ ഒരു രചനയിൽ വിജയിച്ചത് കൊണ്ട് തന്നെ, ആ ഒരു രീതിയിൽ വിജയിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കാം കൊമാല എത്രയോ വർഷത്തിന് ശേഷവും 6-7 വർഷത്തിന് ശേഷവും ഇപ്പോഴും കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ സ്കൂള് കോളേജ് തലങ്ങളിലൊക്കെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പന്തിഭോജനം എന്ന് പറയുന്നത് അത് ഈ ജാതീയമായ പ്രശ്നങ്ങളുടേതാണ്. അപ്പോൾ നമ്മൾക്കറിയാം ഈ കേരളീയം ഒരു റിനൈൻസൻസിന്റെ കാലഘട്ടത്തിലൊക്കെയാണ് ഒരു കേരളം ഏറ്റവും കൂടുതൽ ജാതീയമായ, കേരളത്തിൽ ഒരു രാഷ്ട്രീയപരമായ ഒരു ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ജാതീയമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ജാതീയമായ ഒരു ചട്ടക്കൂടിൽ നിന്നൊരു സമൂഹത്തെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നടന്നിട്ടുണ്ടാവുക. അപ്പൊ നമുക്കറിയാം അത് ഇപ്പോ VT ഭട്ടതിരിപ്പാടാണെങ്കിലും അതുപോലെ തന്നെ ഈ MRB ആണെങ്കിലും അതിനിങ്ങോട്ട് വന്ന അതിനു മുമ്പുള്ള ശ്രീനാരായണ ഗുരു ആണെങ്കിലും ആരാണെങ്കിലും ഇങ്ങോട്ട് കടന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു വലിയ ഒരു യുദ്ധം തന്നെ ജാതിക്കും മതത്തിനും അതുപോലെ തന്നെ ഒക്കെ എതിരായിട്ട് ഭയങ്കരമായിട്ട് ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ നടന്നിട്ടും ഈ ജാതീയത എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് തുടച്ചു നിൽക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ജാതി പുതിയ ഓരോ പുതിയ ഒരു ബാക്ടീരിയ നമ്മൾ നശിപ്പിക്കുമ്പോൾ മറ്റൊരു ബാക്ടീരിയ ഉണ്ടാവുന്ന പോലെ, മറ്റൊരു രീതിയിലുള്ള ബാക്ടീരിയ ഉണ്ടാവുന്ന പോലെ ഈ നമ്മുടെ നാട്ടിൽ ജാതി അതിന്റെ പുതിയ വ്യത്യസ്തമായ രൂപങ്ങളിലൂടെ ഉടലെടുക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തെ നിയന്ത്രിക്കുന്നത് പോലും, നിർണ്ണയിക്കുന്നത് പോലും, ആര് ഭരിക്കണമെന്ന് നിർണ്ണയിക്കുന്നത് പോലും ജാതിക്ക് വളരെയധികം പങ്കുണ്ടെന്ന് പറയേണ്ടി വരും. അത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. നമ്മളിപ്പോഴും നമ്മുടെ SLC ബുക്കിൽ നിന്ന് ഒരിക്കലും ജാതി എടുത്തു മാറ്റിയിട്ടില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ജാതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ പരിഗണനകളും അതുപോലെ തന്നെ എല്ലാ ലാഭവും നോക്കിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഓരോ മനുഷ്യനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാതി പുതിയ രൂപത്തിൽ ഇങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുതിയ രൂപത്തിൽ കയറി വരുന്ന ഒരു ജാതീയതയെ കുറിച്ചാണ് ഇതിലത്തെ കഥ എന്ന് പറയുന്നത്. പണ്ടാണെങ്കിൽ ജാതി എന്ന് പറയുന്നത് ജാതി മനുഷ്യനെ നേരിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇന്നങ്ങനല്ല. ഇപ്പൊ ജാതിയെ കുറിച്ച് തന്നെ KP രാമനുണ്ണിയുടെ കഥയുണ്ട്, ജാതി ചോദിക്കുക എന്ന് പറയുന്നൊരു കഥ. അതായത്
ജാതി നമ്മൾ ചോദിക്കുക. എന്നിട്ട് ജാതി ഇവിടുന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരിക്കലും ജാതിക്കെതിരെ യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. മറിച്ച് യുദ്ധം ചെയ്യേണ്ടത് ഒരു സവർണനായ ഒരാള് അവർണനായ ഒരാളെ കല്യാണം കഴിക്കുകയും അങ്ങനെ ഒരു സങ്കര ജാതി ഉണ്ടാക്കുകയും അത്തരത്തിലൊരു സങ്കര ജാതിവൽക്കരണത്തിലൂടെ മാത്രമേ ഇവിടുത്തെ ജാതിയെ തൂത്തെറിയാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുള്ളൂ എന്നാണ് KP രാമനുണ്ണി തന്റെ കഥയിലൂടെ പറഞ്ഞു വെച്ചത്. പക്ഷെ അതിൽ നിന്ന് കുറെ ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കാരണം ജാതി കീഴ്ജാതിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഒരിക്കലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു അവർണനല്ല. ഈ സവർണന്റെ ഇടയിൽ തന്നെ സാമ്പത്തികമായും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായും ഉന്നതിയിൽ എത്തുന്ന ഒരു വിഭാഗമാണ് സ്വന്തം ജാതിയിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ കഥയിലൂടെ ചെയ്യുന്നത്. ഇതിലൊരു കാപ്പക്കുട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഈ കാപ്പക്കുട്ടിയെ ഒരാൾ അവിടുത്തെ അവർണനായ ഒരു മേനോൻ കൊലയാടി മോൻ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ കേസായിട്ട് മാറുകയാണ്. ആ കേസ് വാദിക്കുന്നത്, ഈ മേനോന് വേണ്ടി കേസ് വാദിക്കുന്നത് അതിൽ ഒരു നമ്പൂതിരി സ്ത്രീയായ ഒരു അഡ്വക്കേറ്റ് ആണ്. അവളുടെ സുഹൃത്തായിട്ട് അവിടെ മറ്റു 2 അഡ്വക്കേറ്റ്സ് കൂടിയുണ്ട്. ഒരു അഡ്വക്കേറ്റ്, ലേഡി അഡ്വക്കേറ്റ് ഒരു ക്രിസ്ത്യനാണ്. അതുപോലെ തന്നെ വേറൊരു അഡ്വക്കേറ്റും കൂടിയുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചേർന്നിട്ട് മേനോന് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഈ കാപ്പക്കുട്ടിക്ക് വേണ്ടി വാദിക്കുന്നത് രുക്മിണി എന്ന് പറയുന്ന ഒരു ദലിത് അഡ്വക്കേറ്റ് ആണ്.